ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി കേസിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ പോലീസ് നീങ്ങുന്നു. ഷൈനെ ബൈക്കിൽ മറ്റൊരു ഹോട്ടലെത്തിച്ച യുവാവിന്റെ അടക്കം മൊഴിയെടുക്കും. സംശയാസ്പദമായി ബാങ്ക് ഇടപാടുകൾ നടത്തിയവരോടും വിവരങ്ങൾ തേടും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. റാഫി കരീമാണ് അതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നത് കൊച്ചിയിൽ നിന്നും. റാഫി, ഗുഡ് മോർണിംഗ്. റാഫി, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഷൈൻ ടോം ചാക്കോയുടെ മൊഴി അതിലൂടെ പുറത്തു വന്ന ചില വിവരങ്ങളൊക്കെ ഉണ്ട്. അത് ഏത് രീതിയിലായിരിക്കും അതിൻ്റെ അന്വേഷണം പോവുക പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ FIR അത് ദുർബലമാണെന്നും അതിൽ ഇനി ഏതെല്ലാം തരത്തിലുള്ള അന്വേഷണം നടത്തണം, ആ കേസ് ശക്തമായില്ലെങ്കിൽ പോലീസിന് കൂടുതൽ അന്വേഷണം നടത്തണമെങ്കിലൊക്കെ തന്നെ, കാരണം FIR റദ്ദാക്കാനുള്ള ഒരു റിക്വസ്റ്റ് പോയിട്ടുണ്ട് ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്ന്. നിയമോപദേശം തേടിയതിന് ശേഷമാണ് ഷൈൻ അങ്ങനെ ഒരു നീക്കത്തിന് മുതിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ അന്വേഷണം കർശനമാക്കണമെങ്കിൽ, ശക്തമാക്കണമെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചേ പറ്റൂ. അപ്പോൾ അത് ഏത് രീതിയിലായിരിക്കും പോവുക? തീർച്ചയായും പഴുതടച്ചൊരു അന്വേഷണമാണ് ഈ തവണ പോലീസ് ഷൈനെതിരെ നടത്തുന്നത്. കാരണം മുൻപൊരു തവണ പോലീസിന് ഷൈനുമായി ബന്ധപ്പെട്ട ലഹരി കേസിൽ വീഴ്ച സംഭവിച്ച് അത് ഷൈനിന് അനുകൂലമായി മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തവണ പോലീസ് ഈ തരത്തിലുള്ള ഒരു റിസ്ക്കും എടുക്കാതെ പഴുതടച്ചൊരു അന്വേഷണത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോഴുണ്ടാകുന്ന നടപടികൾ. നേരത്തെ ഷൈനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കില്ല എന്ന് ആദ്യം പറയുകയും പിന്നീട് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. അന്ന് ഷൈനെതിരെ ഇട്ടിരുന്ന FIR അതിലെ വകുപ്പുകൾ ജാമ്യം ലഭിക്കുന്നതായിരുന്നു. എന്നാൽ ആ വകുപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ വിശദമായി ഷൈനിൽ നിന്ന് ലഭിച്ച മൊഴി ഓരോന്നും ഇഴകീറി പരിശോധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് വീണ്ടും FIR-ൽ കൂടുതൽ വകുപ്പുകൾ ചേർത്ത് ഷൈനെതിരെയുള്ള കേസിൽ മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട നടപടികളാണ് അന്വേഷണ സംഘം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഷൈൻ നൽകിയ മൊഴികളിൽ പേരുകളുള്ള ആളുകൾ, ഷൈൻ്റെ സാമ്പത്തിക ഇടപാടുകൾ, ലഹരി കടത്തുമായി ബന്ധപ്പെട്ട്, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഷൈനുമായി സഹകരിക്കുന്ന ആളുകൾ, ഇവരുടെ എല്ലാം മൊഴികൾ ശേഖരിച്ച്, ഇവരുടെ എല്ലാം വിവരങ്ങൾ ശേഖരിച്ച് ഈ കേസിലേക്ക് കൂടുതൽ തെളിവുകൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഷൈനെ ഈ ഹോട്ടൽ മുറിയിൽ നിന്ന് മറ്റൊരു ഹോട്ടലിലേക്ക് എത്തിച്ച ആ ബൈക്ക് യാത്രക്കാരൻ, അയാളുടെ മൊഴി രേഖപ്പെടുത്തുന്നത്, ഷൈനെ അന്ന് കാണാൻ എത്തിയ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുന്നത്, ആ ദിവസങ്ങളിൽ ഷൈൻ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ, അത് ആർക്കെല്ലാമാണ് ഇടപാടുകൾ നടത്തിയത്, അതിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇത്തരം പരിശോധനകളെല്ലാം നടത്തുന്നത്. പിന്നെ ഷൈൻ നേരത്തെ തന്നെ സമ്മതിച്ചിരുന്നു രാസലഹരി അടക്കം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ തെളിവുകൾ, അതിൻ്റെ സാമ്പിളുകളെല്ലാം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ഈ സാമ്പിളുകൾ പരിശോധന നടത്തി അതിൻ്റെ പരിശോധനാ ഫലം പുറത്തു വരുമ്പോഴേക്കും മറ്റ് സാഹചര്യ തെളിവുകളും മൊഴികളും ഷൈനെതിരെ ശേഖരിച്ച് വിശദമായി പഴുതടച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ പോലീസ് സംഘത്തിൻ്റെ നീക്കം. അതിനിടെയാണ് ഷൈൻ ഈ FIR ക്വാഷ് ചെയ്യുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. നിയമോപദേശം തേടിയതിനു ശേഷമാണ് ഈ ഷൈൻ്റെ ഇത്തരത്തിലുള്ള നീക്കം. എന്തായാലും പോലീസ് ഇതെല്ലാം തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും ഷൈനെതിരെ ജാമ്യം ലഭിക്കുന്ന ഒരു വകുപ്പിട്ട് FIR എടുത്തിരിക്കുക. അത് പോലീസ് അതിൻ്റെയുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളിലായിരിക്കും. എന്തായാലും ഷൈനെതിരെ വിശദമായ അന്വേഷണം നടത്തി കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് പഴുതടച്ച് മുന്നോട്ട് പോവുകയാണ് അന്വേഷണ സംഘം.